ഈശോയെ നന്ദി. ഇന്ന് നമ്മൾ തീർത്ഥാടന യാത്ര പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലേക്കാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് വിശുദ്ധൻ്റെ മൃതദേഹം താഴെ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു സമയത്താണ് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചത്. മൃതദേഹം നമുക്ക് നേരിട്ട് കാണാമെങ്കിലും അത് ഷൂട്ടിങ് ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല. നമ്മൾ പുറത്തെ കോമ്പൗണ്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേവാലയമാണ് ബോം ജീസസ് ബസിലിക്ക. ഉണ്ണിയേശു എന്നാണ് ബോം ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പേടകം വെള്ളിയിലാണ് പണിതിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി മാത്രം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരത്തിൻ്റെ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. 1506 ഏപ്രിൽ 7-ാം തീയതിയാണ് സ്പെയിനിലെ നവാരെ രാജ്യത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിക്കുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുയായിയും ഈശോ സഭ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഇന്ത്യക്ക് പുറമെ ജപ്പാൻ, മൊളോക്കസ്, ബോർണിയോ എന്നിങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ അധികം എത്തിപ്പെടാത്ത മറ്റു നാടുകളിലും അദ്ദേഹം സുവിശേഷം പങ്കുവയ്ക്കാനായി കടന്നു ചെന്നു. സുവിശേഷ പ്രഘോഷണത്തിനായി ചൈനയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച അദ്ദേഹം കലശലായ പനി മൂലം 1552 ഡിസംബർ 3-ാം തീയതി മരണമടഞ്ഞു. 3 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം യാതൊരുവിധ കേടുപാടും സംഭവിക്കാതെ ഇരിക്കുന്നത് കണ്ടു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ വിശുദ്ധ ജീവിതത്തിന് ദൈവം കൊടുത്ത സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അഴുകാത്ത ശരീരം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.